ജില്ലാ ആഹാര സേവാ കേന്ദ്രം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എനിക്ക് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഈ സമയത്ത് സി ജി ഞാൻ ഓഫീസ് അറ്റൻഡ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവർക്കെല്ലാം ഈ എക്സ്ചേഞ്ചുകളെല്ലാം ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു 200 സ്ക്വയർ ഫീറ്റ്സാണ് ചെയ്തത്. അപ്പോൾ നമുക്കതുകൊണ്ട് പി എം പ്രസിഡൻറ്റ് പ്രോഗ്രാംസ് മുഴുവൻ നമുക്കതുവഴി പ്രൊമോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പം എന്നാൽ ഞാനൊന്ന് കാണാൻ സാധിക്കാം കേരളത്തിൽ. ഞാനൊരു കാര്യം ചെയ്യാം. ഞാനെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഞാനുണ്ട്. കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു 3 ദിവസം ഞാൻ കൂടുതലും ഡൽഹിയിലുണ്ടാവും. അവിടെയുള്ള സമയത്താണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. സൗകര്യം എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞു. നിങ്ങളുടെ നമ്പരൊന്ന് ഞാൻ അനുരാജിയിലുണ്ട്. ഞാനത് അനുരാജുമായിട്ടൊന്ന് കോർഡിനേറ്റ് ചെയ്താൽ മതി. സന്ദീപായിട്ട് അത് മാത്രമല്ല നമുക്ക് യാത്രയുടെ പാസ്പോർട്ട് ഓഫീസ് ഞാൻ പ്രോസസ് ചെയ്തോ. ഞാൻ പ്രോസസ് ചെയ്യണം. CSC ഉണ്ട്, ഇവിടെ ആളുണ്ട്. ഞാൻ ആളെ വിട്ടു. സാർ ചേട്ടാ പകരോ അത്ര നയങ്ങളില്ലാതെ നമ്മൾ ഒന്നിനെ ഇറങ്ങി ജില്ലാ ആഹാര സേവാ കേന്ദ്രം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എനിക്ക് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഈ സമയത്ത് സി ജി ഞാൻ ഓഫീസ് അറ്റൻഡ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവർക്കെല്ലാം ഈ എക്സ്ചേഞ്ചുകളെല്ലാം ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു 200 സ്ക്വയർ ഫീറ്റ്സാണ് ചെയ്തത്. അപ്പോൾ നമുക്കതുകൊണ്ട് പി എം പ്രസിഡൻറ്റ് പ്രോഗ്രാംസ് മുഴുവൻ നമുക്കതുവഴി പ്രൊമോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഞാനൊന്ന് കാണാൻ സാധിക്കാം കേരളത്തിൽ. ഞാനൊരു കാര്യം ചെയ്യാം. ഞാനെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഞാനുണ്ട്. കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു 3 ദിവസം ഞാൻ കൂടുതലും ഡൽഹിയിലുണ്ടാവും. അവിടെയുള്ള സമയത്താണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. സൗകര്യം എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞു. നിങ്ങളുടെ നമ്പരൊന്ന് ഞാൻ അനുരാജിയിലുണ്ട്. ഞാനത് അനുരാജുമായിട്ടൊന്ന് കോർഡിനേറ്റ് ചെയ്താൽ മതി. സന്ദീപായിട്ട് അത് മാത്രമല്ല നമുക്ക് യാത്രയുടെ പാസ്പോർട്ട് ഓഫീസ് ഞാൻ പ്രോസസ് ചെയ്തോ. ഞാൻ പ്രോസസ് ചെയ്യണം. CSC ഉണ്ട്, ഇവിടെ ആളുണ്ട്. ഞാൻ ആളെ വിട്ടു.